ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താണെന്നും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് HCF ആൻഡ് LCM. നമ്മൾ ഇന്ന് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇറാഷണൽ നമ്പേഴ്സിനെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് യൂസ് ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റിയൽ നമ്പേഴ്സ് എന്താണെന്ന്. അപ്പോൾ റിയൽ നമ്പേഴ്സിനെ മെയിനായിട്ട് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് റാഷണൽ നമ്പേഴ്സും ഒന്ന് ഇറാഷണൽ നമ്പേഴ്സും. നമുക്കറിയാം, റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ P/Q ഫോമിൽ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. P/Q ഫോമിൽ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ √2, √3, √5, π അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് യൂസ് ചെയ്തിട്ട് √2, √3, √5, √7 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ ഇറാഷണൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൂഫിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്. അതായത് ഇതാണ് ആ തിയറം. ലെറ്റ് P be a prime number. If P divides A², then P divides A where A is a positive integer. ഇതാണ് ആ തിയറം എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു P ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്താ നമുക്ക് നേരത്തെ അറിയാം. അതായത് ആ നമ്പറും 1ഉം അങ്ങനെ രണ്ട് ഫാക്ടേഴ്സേ ഉണ്ടാവുള്ളൂ ആ നമ്പറിന്. അപ്പോൾ P ഒരു പ്രൈം നമ്പറാണ്. P കൊണ്ട് നമുക്ക് A² ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതേ P കൊണ്ട് തന്നെ നമുക്ക് എയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഒരു നമ്പർ ഇപ്പോൾ എടുക്കുകയാണ് 16. നമ്മളിപ്പോൾ 2 കൊണ്ട് ഇപ്പോൾ 16 ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ 16 എന്താ 4ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ 4² നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ 4നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് പറയുന്നത് A² P കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എയും P കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മെയിൻ തിയറം നമുക്ക് പ്രൂഫിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നോക്കാം √2നെ എങ്ങനെ ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ്. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഒരു √2നെ റാഷണൽ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യും. റാഷണൽ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യും. പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കോൺട്രഡിക്ഷൻസ് ഒക്കെ റൈസ് ചെയ്യും നമ്മൾ മുമ്പോട്ട് പോകും തോറും. അപ്പോൾ ഈ കോൺട്രഡിക്ഷനൊക്കെ വരാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ അസംഷൻ √2 ഈസ് റാഷണൽ എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, √2 ഇറാഷണലാണ്. അങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അസ്യൂം √2 ഈസ് റാഷണൽ. ഇപ്പോൾ √2 റാഷണൽ നമ്പറാണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു നമ്പർ റാഷണൽ ആണെങ്കിൽ അതിന് എന്തായാലും P/Q ഫോമിൽ നമുക്ക് റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ √2നെയും √2 ഈസ് ഈക്വൽ ടു A/B എന്ന് റീപ്രസെൻറ്റ് ചെയ്യും. വേർ A ആൻഡ് B ആർ കോപ്രൈംസ്. ഇനി ഈ കോപ്രൈംസ് എന്നുള്ള ടേം എന്താണെന്ന് വെച്ചാൽ, കോപ്രൈംസിൻ്റെ മീനിങ് ഇതാണ്: എയുടെയും ബിക്കും കോമൺ ആയിട്ട് ഒരേ ഒരു ഫാക്ടറേ കാണത്തുള്ളൂ. അതായത് 1 മാത്രമായിരിക്കും എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ. അതാണ് കോപ്രൈംസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് √2 ഈസ് ഈക്വൽ ടു A/B വേർ A ആൻഡ് B ആർ കോപ്രൈംസ് എന്ന് വെച്ചാൽ എക്കും ബിക്കും 1 മാത്രമേ കോമൺ ആയിട്ടുള്ള ഫാക്ടർ കാണത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് B√2 ഈസ് ഈക്വൽ ടു A. ഇനി ഈ ബിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി രണ്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിനെയും സ്ക്വയർ ചെയ്യുമ്പോൾ B√2 ആകും 2B² ഈക്വൽ ടു
എ സ്ക്വയർ ഇങ്ങനെയാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ ഇപ്പം 2നെ കൊണ്ട് നമുക്ക് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതല്ലേ എ സ്ക്വയർ എന്ന് വെച്ചാൽ 2ൻ്റെ ഒരു പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ എ സ്ക്വയറിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എയും അതുപോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ തിയറം അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഈ എയെ 2ൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് എ ഈസ് ഈക്വൽ ടു 2c. സി എന്ന് പറഞ്ഞ ഒരു പുതിയ ഇൻറ്റീജർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ്. വേർ സി ഈസ് ഇൻറ്റീജർ. അപ്പോൾ 2 കൊണ്ട് നമുക്ക് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 2 കൊണ്ട് നമുക്ക് എയെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എയെ എഴുതി വെച്ചു. എ ഈസ് ഈക്വൽ ടു 2c എന്ന് എഴുതി. ഇനി നമ്മൾ വീണ്ടും ഇതിപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 2b² ഈസ് ഈക്വൽ ടു 2c ദ ഹോൾ സ്ക്വയർ, അതായത് 4c² എന്ന് കിട്ടും. ഇപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് b² ഈസ് ഈക്വൽ ടു 2c² എന്ന് കിട്ടും. അപ്പോൾ ഈ b² ഈക്വൽ 2c²ൻ്റെ അർത്ഥം എന്താ? ഈ 2 കൊണ്ട് b² നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് b² എന്ന് പറയുന്നത് 2ൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പം 2 കൊണ്ട് b² ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് 2 കൊണ്ട് ബിയെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ തിയറം അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എയ്ക്കും ബിക്കും ഇപ്പോൾ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു എയെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതും പ്രൂവ് ചെയ്തു ബിയെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എ ആൻഡ് ബി ഹാവ് 2 ആസ് എ കോമൺ ഫാക്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത് വെച്ചിരുന്നത് എന്താ? എയും ബിയും ഒരു കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് വെച്ചാൽ 2 പേർക്കും കോമൺ ആയിട്ട് 2 നമ്പേഴ്സിനും കോമൺ ആയിട്ട് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി എയ്ക്കും ബിക്കും 2 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടി കോമൺ ഫാക്ടറായി. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ എയും ബിയും കോപ്രൈം നമ്പേഴ്സ് അല്ല. അപ്പോൾ എയും ബിയും കോപ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ √2 ഈക്വൽ ടു a/b എന്നുള്ള അസംഷനെ തെറ്റാം. ഇപ്പോൾ √2 ഈക്വൽ ടു a/b എന്നുള്ളൊരു അസംഷൻ തെറ്റാന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ ഫസ്റ്റ് അസംഷനായ √2 ഈസ് എ റാഷണൽ നമ്പർ, ആ അസംഷനെ നമുക്ക് തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ √2 എന്ന നമ്പർ റാഷണൽ അല്ലെങ്കിൽ പിന്നുള്ള ചാൻസ് എന്താ? √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ പറഞ്ഞ മെത്തേഡിൽ നമുക്ക് √2, √3, √5 ഇതെല്ലാം നമുക്ക് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ √3, √5, √7 സെയിം മെത്തേഡാണ്. ഈ 2ൻ്റെ സ്ഥാനത്ത് നമ്മൾ 3, 5, 7 അങ്ങനെയുള്ളത് മാറ്റി എഴുതും. ആ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രൂവ് ദാറ്റ് 3 + 2 √5 ഈസ് ഇറാഷണൽ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്യും 3 + 2 √5 ഒരു റാഷണൽ നമ്പറാണ് നമ്മളങ്ങ് അസ്യൂം ചെയ്യും. അപ്പോൾ 3 + 2 √5 റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ p/q ഫോമിൽ റീപ്രസെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 + 2 √5 ഈസ് ഈക്വൽ ടു a/b എന്ന് എഴുതും. വേർ a ആൻഡ് b ആർ കോപ്രൈംസ് ആയിരിക്കും. പിന്നെ അത് ഇൻറ്റിജേഴ്സും ആയിരിക്കും. കോപ്രൈം ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇനി എന്താ നമ്മൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ √5, √2, √7, √11 ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ക്വസ്റ്റ്യനകത്തുണ്ടെങ്കിൽ അതിനെ മാത്രം ഒരു സൈഡിൽ നിർത്താൻ ശ്രമിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെയുള്ള ബാക്കി നമ്പേഴ്സിനെല്ലാം മറു സൈഡിലേക്ക് കൊണ്ടുപോകണം. അതായത് ഇപ്പോൾ ഇവിടെ 3 + 2 √5 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 3യെയും 2യെയും ഒക്കെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് 3യെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ a/b - 3 പിന്നെ LCM എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് a - 3b/b എന്ന് കിട്ടും. ഇനി കൂടെയുള്ള 2യെയും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് ലാസ്റ്റിൽ നമുക്ക് കിട്ടും √5 ഈസ് ഈക്വൽ ടു a - 3b/b
2b എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എയും ബിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ ഇത് എന്താകും? ഒരു റാഷണൽ നമ്പർ ആകും. അപ്പോൾ a-3b/2b റാഷണൽ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ റൈറ്റ് സൈഡ് റാഷണൽ നമ്പർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്തായാലും റാഷണൽ നമ്പർ ആയേ പറ്റൂ. അപ്പോൾ √5 ഒരു റാഷണൽ നമ്പർ ആയിരിക്കണം. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു √5 ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന്. അപ്പോൾ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ അറൈസ് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ റാഷണലും കിട്ടി, ലെഫ്റ്റ് സൈഡിൽ റാഷണൽ ആണ് വരേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയത് ഇറാഷണൽ നമ്പറുമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം 3 + 2 √5 റാഷണൽ ആണെന്നുള്ളത് നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ടാണ്. അപ്പോൾ റാഷണൽ ആണെന്നുള്ള അസംഷൻ തെറ്റാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 3 + 2 √5 ഒരു ഇറാഷണൽ നമ്പറാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പിലെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ടൈപ്പിലെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൂവ് ദാറ്റ് 1/√2 ഈസ് ഇറാഷണൽ. ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പേഴ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. ഇപ്പോൾ 2√5 √5 ആണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ ഇല്ല, ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ √2 എന്ന് പറഞ്ഞ ഇറാഷണൽ നമ്പർ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ നമുക്ക് റാഷണലൈസ് ചെയ്യണം. നമുക്കറിയാം എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററുള്ള √2നെ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ √2/√2 കിട്ടും. അപ്പോൾ ലാസ്റ്റിൽ √2/2 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഈ √2/2 റാഷണൽ നമ്പർ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് √2/2 ഈസ് റാഷണൽ നമ്പർ. ഇപ്പോൾ √2/2 റാഷണൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ √2/2 നമുക്ക് a/b എന്ന് എഴുതാൻ പറ്റും, വേർ a ആൻഡ് b ആർ co-prime integers. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ √2 നമുക്ക് ലെഫ്റ്റ് സൈഡ് നിർത്താൻ വേണ്ടിയിട്ട് ഈ 2നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് √2 = 2a/b ആണ്. അപ്പോൾ ഈ 2a/b എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. 2a/b റാഷണലാണ്. അപ്പോൾ റൈറ്റ് സൈഡ് റാഷണൽ ആയതുകൊണ്ട് ഈ √2ഉം റാഷണൽ നമ്പർ ആയിരിക്കണം. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ? നമ്മുടെ അസംഷൻ, അതായത് √2/2 റാഷണൽ ആണെന്നുള്ള അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം √2/2 ഒരു ഇറാഷണൽ നമ്പറാണ്. അതായത് ഫൈനൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം 1/√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇങ്ങനെയാണ് ഈ ടൈപ്പിലെ പ്രോബ്ലംസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് വെച്ചാൽ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ 9th ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഐദർ ടെർമിനേറ്റിംഗ് ആയിരിക്കും ഓർ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. അതായത് ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ 0.5 അല്ലെങ്കിൽ 0.725 അല്ലെങ്കിൽ 0.32 എന്ന് വെച്ചാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ചില 4 ഡെസിമൽ പ്ലേസസ് അല്ലെങ്കിൽ 3 ഡെസിമൽ പ്ലേസസ് കഴിയുമ്പോഴേക്കും ആ ഡെസിമൽ എക്സ്പാൻഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് എന്ന് വെച്ചാൽ അത് ടെർമിനേറ്റ് ചെയ്യണമെന്നില്ല. അതായത് ഇപ്പോൾ 1.324 324 324 ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഈ 324 എന്ന് പറഞ്ഞ ഡിജിറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ഒരു ഡിജിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 2.33333 അവിടെ ഒരു ഡിജിറ്റേ കാണുള്ളൂ. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് എന്ന് വെച്ചാൽ ഒരിക്കലും ഈ ഡെസിമൽ എക്സ്പാൻഷൻ അവസാനിക്കുകയില്ല. പക്ഷേ അവസാനിക്കത്തില്ലെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ്. അപ്പോൾ റാഷണൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ഐദർ ടെർമിനേറ്റിംഗ് ഡെസിമൽ ഓർ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് ഡെസിമൽ ആയിരിക്കും. പക്ഷേ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റെക്കറിങ്ങും ആയിരിക്കും. അതായത് ഇവിടുത്തെ പോലെയല്ല. ഇപ്പോൾ 4.3298754 834 എന്ന് വെച്ചാൽ ഇങ്ങനെ
ഒരു റെപ്പിറ്റേഷൻ ഉണ്ടാവില്ല അതിനകത്ത്, ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു റെപ്പിറ്റേഷൻ ഇല്ലാതെ കുറേ ഡിജിറ്റ്സ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതാണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം. ഇവിടെ റാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യം നമ്മളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് റാഷണൽ നമ്പേഴ്സിന് 2 ടൈപ്പ്, അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണോ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ടെർമിനേറ്റിംഗ് ഡെസിമൽസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളാണ് 0.375 ഈക്വൽ ടു 0.375. അപ്പോൾ ഈ 0.375 നമുക്ക് എഴുതാൻ പറ്റും 375/1000 എന്ന് എഴുതാം. 1000 എന്ന് വെച്ചാൽ 10 ക്യൂബാണ്. അപ്പോൾ ഈ 10 ക്യൂബിനെ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ 375നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 375നെ നമുക്ക് 3 ഇൻറ്റു 5 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ 5 ക്യൂബ് ക്യാൻസലായിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 3/2 ക്യൂബാണ്. ഇനി ഒരു സെക്കൻഡ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ 0.304. ഈ 0.304നെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ 3 ഡെസിമൽ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് 1000നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 ഡെസിമൽ പോയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ 1000 നമുക്ക് 304/10 ക്യൂബ് എന്ന് എഴുതാം. വീണ്ടും ഈ 10 ക്യൂബിനെ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എഴുതാം. കാരണം 10 എന്ന് വെച്ചാൽ 2 ഇൻറ്റു 5 ആണ്. അപ്പോൾ 10 ക്യൂബ് എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ 304നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 19 ഇൻറ്റു 2⁴ ആണ് കിട്ടുന്നത്. ഇവിടെ ഈ 2 ക്യൂബും ഈ 2⁴ ക്യാൻസലായി പോകുമ്പോൾ നമുക്ക് 19 ഇൻറ്റു 2/5 ക്യൂബ് കിട്ടും. അതായത് 38/5 ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു എക്സാമ്പിളോടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0.0937ൻ്റെ ഇവിടെ 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ 10,000 കൊണ്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്തത്. അതായത് 10⁴ കൊണ്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10⁴ നമുക്ക് 2⁴ ഇൻറ്റു 5⁴ എന്ന് എഴുതാം. അപ്പോൾ ഇത്ര എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാവും, ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും ഒന്നെങ്കിൽ 2 ക്യൂബിൻ്റെ പവേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ 5 ക്യൂബിൻ്റെ പവേഴ്സിലായിരിക്കും. ഞാൻ ആ ഡെസിമൽ എക്സ്പാൻഷന് ഡിനോമിനേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്നെങ്കിൽ 2 ക്യൂബിൻ്റെ പവേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ 5 ക്യൂബിൻ്റെ പവേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ പവറായിരിക്കും. പക്ഷേ ഈ 2ഉം 5ഉം അല്ലാതെ വേറൊരു ഫാക്ടറും അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഉണ്ടാവാൻ പാടില്ല. വേറെ ഏതെങ്കിലും ഫാക്ടർ അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കത്തില്ല. ഇതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആകാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന് വേണ്ട ഒരു പ്രോപ്പർട്ടി. അതായത് ആ ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് 2n 5m ഫോമിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ആവണമെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് അതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും 2n 5m ഫോമിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ആയിരിക്കും. അതായത് 2n 5m ഫോമിൽ അതിന് ഡിനോമിനേറ്ററിന് നമുക്ക് റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് എക്സസൈസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് റാഷണൽ നമ്പേഴ്സ് വിൽ ഹാവ് എ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ എ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് 13/3125. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 3125നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5⁵ എന്നായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ 2ൻ്റെ പവേഴ്സ്, അല്ലെങ്കിൽ 5ൻ്റെ പവേഴ്സ്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ 5ൻ്റെ പവർ മാത്രമേ ഉള്ളൂ എങ്കിലും ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും.
ഇനി വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 17/8. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിനോമിനേറ്ററായ 8നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ക്യൂബ് എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും 2ൻ്റെ പവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതും ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇനി ഇത് രണ്ടും അല്ലാത്ത വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 64/455. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5 × 7 × 13. അപ്പോൾ ഇത് 2m 5n ഫോമിൽ അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 2ഉം 5ഉം അല്ലാത്ത വേറെ 2 ഫാക്ടേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു ടെർമിനേറ്റിംഗ് അല്ല, നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഇനി അതേ എക്സസൈസിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 13 നമ്മൾ ആദ്യമേ പറഞ്ഞു 13/3125 ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആ എക്സ്പാൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെ 10ൻ്റെ പവേഴ്സ് കൊണ്ടുവരണം. 10ൻ്റെ പവർ കൊണ്ടുവരണമെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10ൻ്റെ പവർ വേണമെങ്കിൽ അവിടെ 2ഉം വേണം 5ഉം വേണം. എന്നാലേ 2 × 5 നമുക്ക് 10 കിട്ടുള്ളൂ. അപ്പം ഇവിടെ 5⁵5 ആണെങ്കിൽ നമുക്ക് 2ൻ്റെ പവറും ഇവിടെ 2 ഇല്ല. അപ്പോൾ നമ്മൾ 2നെ കൊണ്ടുവരണം. അപ്പോൾ ആ കൊണ്ടുവരുന്ന 2നും ഈ സെയിം പവർ തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇവിടെ 5⁵5 ആണെങ്കിൽ 2⁵5 കൊണ്ട് നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 5 × 2 10. അപ്പോൾ 10⁵5 എന്നുള്ള പവർ നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഫ്രാക്ഷന് നമുക്ക് വെറുതെ ഡിനോമിനേറ്ററിൽ കയറി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു നമ്പറിന് നമ്മൾ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്ത 2⁵5നെ നമ്മൾ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 13 × 32/10⁵5 എന്ന് കിട്ടും. ഇനി 13 × 32 എന്ന് പറയുന്നത് 416 ആണ്. അപ്പോൾ 416/10⁵5. 10⁵5 എന്ന് വെച്ചാൽ 5 ഡെസിമൽ പ്ലേസസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് നമ്മൾ 2 ഡെസിമൽ പ്ലേസ് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 0.00416 എന്ന് എഴുതും. അപ്പോൾ ഇതാണ് 13/3125ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15/1600. ഈ 15/1600നെ നമുക്ക് എഴുതാൻ പറ്റും 15/2⁵6 × 5². അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴെ 10ൻ്റെ പവേഴ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ 2ൻ്റെ പവേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് ഫുള്ളേ നമുക്ക് ആഡ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ 5ൻ്റെ പവറും ഉണ്ട് 2ൻ്റെ പവേഴ്സും ഉണ്ട്. പക്ഷെ ഡിഫറെൻറ്റ് പവേഴ്സാണ്. അപ്പോൾ അത് സെയിം ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ 6 ആക്കണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 5⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 + 2 6 എന്ന് കിട്ടും. അപ്പോൾ താഴെ 5⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിലും 5⁴ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ 15 × 625 അപ്പോൾ ഇവിടെ ഇപ്പോൾ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2⁶6 × 5⁶6 എന്ന് പറഞ്ഞാൽ 10⁶6 ആയിരിക്കും. ഇനി 15 × 625 എന്ന് പറയുന്നത് 9375 ആണ്. അപ്പോൾ അത് ബൈ 10⁶6 ആയിരിക്കുമ്പം ഇവിടെ 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പം 2 ഡെസിമൽ പ്ലേസസ് കൂടെ വരാൻ വേണ്ടിയിട്ട് 0.09375 എന്ന് നമ്മൾ എഴുതും. അപ്പോൾ ഇതാണ് 15/1600ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. ഇനി മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 23/2³ × 5². അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ
5 സ്ക്വയർ ആണ്, ഇവിടെ 2 ക്യൂബാണ്. ഇത് തിരിച്ചും വരാം. ചിലപ്പോൾ ഇനി 2ൻ്റെ പവർ ചിലപ്പോൾ കുറവായിരിക്കും, 5ൻ്റെ പവർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 2 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 5 സ്ക്വയറിനെ ക്യൂബ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 2 + 1 3 ആവും. അതേ 5 കൊണ്ട് നമ്മൾ മുകളിലും അത് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 115/10 ക്യൂബ് എന്ന് കിട്ടും. 10 ക്യൂബ് എന്ന് വെച്ചാൽ 3 ഡെസിമൽ പ്ലേസസ് വരണം. അപ്പോൾ 0.115 ഇതായിരിക്കും 23/2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതായത് താഴത്തെ 2ൻ്റെ പവേഴ്സും 2ൻ്റെ പവറും 5ൻ്റെ പവറും നമ്മൾ ഈക്വലായിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ 10ൻ്റെ പവറായിട്ട് എഴുതിയിട്ട് എത്ര ഡെസിമൽ പ്ലേസസ് വേണോ അത്രയും ഡെസിമൽ പ്ലേസസ് നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സീറോസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പോയിൻ്റ് ഇടുകയോ ചെയ്യണം. അപ്പോൾ താഴെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സെയിം നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ദ ഫോളോയിങ് റിയൽ നമ്പേഴ്സ് ഹാവ് ഡെസിമൽ എക്സ്പാൻഷൻ ആസ് ഗിവൺ ബിലോ. ഇൻ ഈച്ച് കേസ് ഡിസൈഡ് വെദർ ദേ ആർ റാഷണൽ ഓർ നോട്ട്. ഇഫ് ദേ ആർ റാഷണൽ and of the form p/q, what is your idea about the prime factors of q? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആ ക്വസ്റ്റ്യനിൽ 3 പാർട്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആ പാർട്സിൽ കുറച്ച് നമ്പേഴ്സ് ഡെസിമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിയിട്ട് നമ്മൾ പറയണം അത് ടെർമിനേറ്റിംഗ് ആണോ, അതായത് റാഷണൽ ആണോ ഇറാഷണൽ നമ്പേഴ്സ് ആണോ, അങ്ങനെ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞു ടെർമിനേറ്റിങ്ങോ നോൺ റെക്കറിങ്ങോ ആണെങ്കിൽ അത് റാഷണൽ നമ്പറും ആയിരിക്കും. നോൺ റെക്കറിങ് ആണെങ്കിൽ അത് ഇറാഷണൽ നമ്പറും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 43.123456789. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് p/q ഫോമിൽ റീപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 43.123456789 നമുക്ക് 43 പിന്നെ 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇവിടെ 9 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴായിരിക്കും നമുക്കിവിടെ 9 ഡെസിമൽ പ്ലേസസ് കിട്ടിയത്. അപ്പോൾ ഇതാണ് p/q ഫോം. അപ്പോൾ നമുക്ക് p/q ഫോം കിട്ടി. ഇനി ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട് എന്ന് വെച്ചാൽ p/q ഫോം റീപ്രസെൻറ്റ് ചെയ്താലും ക്യൂവിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയായിരിക്കും. അപ്പോൾ ഈ 10⁻⁹ എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും 2⁻⁹ ഇൻറ്റു 5⁻⁹ ഫോമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 5ഉം ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.1201200120000 ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഒരു 1 2 1 2 റെപ്പിറ്റേഷൻ തോന്നും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബ്ലോക്കിൽ ഇവിടെ 0.120 ആണ്. പക്ഷെ ഇവിടെ 1200 ആണ്. ഇവിടെ 12000 ആണ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് ഇതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇറാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തായാലും p/q ഫോമിൽ റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 43.123456789 മുകളിലൊരു ബാർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 1 2 3 4 അങ്ങനെ തന്നെ ഇത് റെക്കറിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഡെസിമൽ എക്സ്പാൻഷനാണ്. അപ്പം നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിലും എന്തായിരിക്കും റാഷണൽ നമ്പർ ആണ്. അപ്പോൾ ഇത് റാഷണൽ നമ്പർ ആയ സ്ഥിതിക്ക് നമുക്കിത് p/q ഫോമിൽ റീപ്രസെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പിലെ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്.
അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ എക്സ് എന്ന് അസ്യൂം ചെയ്യണം. ലെറ്റ് എക്സ് ഈക്വൽ ടു 43.123456789 ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇവിടെ 9 ഡെസിമൽ പ്ലേസസ് ഉള്ളത് കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 2 3 4 5 6 7 8 9x ഈക്വൽ ടു ഇതിനെയും നമ്മൾ 10⁻⁹ കൊണ്ട് റൈറ്റ് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു ആദ്യത്തെ 9 ഡിജിറ്റ് ബ്ലോക്ക് ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ അത് പറ്റും 4 3 1 2 4 5 6 7 8 9.123456789 പിന്നെ ഒരു ബ്ലോക്ക്, അടുത്ത റിപ്പീറ്റിംഗ് ബ്ലോക്ക് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ആയിരിക്കും, ഇത് സെക്കൻഡ് ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് സ്റ്റെപ്പ് മൈനസ് ഫസ്റ്റ് സ്റ്റെപ്പ്, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ 10⁻⁹x മൈനസ് എക്സ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 9x ഈക്വൽ ടു, ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് 4 3 1 2 3 4 5 6 7 8 9.123456789 ഈ ഒരു ബ്ലോക്കും മൈനസ് 43.123456789 ഇതാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എന്തോ സംഭവിക്കുന്നു വെച്ചാൽ സബ്ട്രാക്ട് ചെയ്യുമ്പം ഈ ബ്ലോക്കിൽ നിന്ന് ഈ ബ്ലോക്ക് അങ്ങ് സബ്ട്രാക്ട് ആയിപ്പോവും, ക്യാൻസൽ ആയിപ്പോവും, 0 ആയിപ്പോവും. അതുപോലെ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീണ്ടും ഇതുപോലെ ഒരു ബ്ലോക്കാണ് വരുന്നത് 1 2 3 4 5 6 7 8 9. അതുപോലെ ഇത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബ്ലോക്കാണ് വരുന്നത് 1 2 3 4 5 6 7 8 9. അപ്പോൾ ആ ബ്ലോക്കുകൾ തമ്മിലും 0 ആയിപ്പോവും. അപ്പോൾ അങ്ങനെ മുമ്പോട്ടുള്ള എല്ലാ ബ്ലോക്കുകൾ തമ്മിലും സബ്ട്രാക്ട് ആയി പോയി ലാസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡ് ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള മൊത്തം നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്പേഴ്സ് കാണത്തുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ലാസ്റ്റ് 4 3 1 2 3 4 5 6 7 8 9 മൈനസ് 43 എന്താ വരിക 4 3 1 2 3 4 5 6 7 4 6 ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി x is equal to 4 3 1 2 3 4 5 6 7 4 6 by 9 9 9 9 9. ഇനിയിപ്പോൾ ഇത് രണ്ടും 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 4 7 9 1 4 9 5 1 9 4 by 1 1 1 1 1 1 1 1 1 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് 2ൻ്റെ പവേഴ്സും അല്ല 5ൻ്റെ പവേഴ്സും അല്ല. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എഴുതാൻ പറ്റും ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ക്യൂ ആർ നോട്ട് ഓഫ് ദ ഫോം 2⁻m × 5⁻n. അതുകൊണ്ട് തന്നെ നമുക്കിത് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലായിട്ട് കിട്ടിയത് തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലം, ഈ സെയിം ടൈപ്പിലുള്ള പ്രോബ്ലം നമ്മൾ 9th ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വീണ്ടും അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്.